ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഹെൽത്തിയായ നല്ലൊരു മാംഗോ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഉണ്ടാക്കാനേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1.5 കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ ഈ മാങ്ങയുടെ പ്യൂരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യാണ്ട് നമുക്കിത് പ്യൂരി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടൊന്ന് അരിപ്പിൽ നിന്ന് അരിച്ചിട്ട് ഇതുപോലെ എടുത്തു വെക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് മാങ്ങ. പിന്നെ നമുക്ക് വേണ്ടിയത് 250 ml പാലാണ് വേണ്ടിയത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ്. അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂണ് ഷുഗറാണ് വേണ്ടിയത്. അപ്പോൾ നമ്മൾ മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ടാണ് നമ്മളെ ഷുഗറിൻ്റെ അളവ്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും അതേപോലെ നമ്മൾ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഇതേപോലെ പാലൊഴിക്കുക. അപ്പോൾ 250 ml എന്ന് പറഞ്ഞാൽ 1 കപ്പോളം പാല് ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാല് തിളപ്പിച്ചെടുക്കാൻ. അങ്ങനെ ഒരു അത്യാവശ്യത്തിന് നമ്മൾ പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതാ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് ഈ പാലും കൂടി ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഇതിലൊഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാലൊക്കെ കൂടെ റെഡി ആയിട്ടിട്ട് ആ സമയത്ത് നമുക്കിതാ നേരത്തെ മാറ്റി വെച്ച് ഈ കോൺഫ്ലോർ മിക്സറും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഫ്ലെയിം അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അതിന് പകരം ഒരു 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയില്ലേ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാരയുടെ അളവ് ശരിയാക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകരം കണ്ടൻസ് മിൽക്ക് ആക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്താൽ മതിയേ. അങ്ങനെ നമ്മൾ പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ ഏകദേശം നല്ലൊന്ന് തണുത്തതിന് ശേഷം വേണം ഈ മാംഗോ പ്യൂരി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂടോടെ കൂടിയിട്ടല്ല, നമ്മൾ പാലൊക്കെ ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് ഞാനിതിലോട്ട് ആഡ് ചെയ്തത്. ഒരു റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് ശരിയാക്കിയത്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇത് ഒഴിക്കാം. അപ്പോൾ നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രീസറിലോട്ട് വെക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂറോളം ഞാൻ ഇതൊന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രീസറിൽ വെക്കേണ്ടത്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമ്മളെ ഈ ഐസ്ക്രീം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടി നമ്മൾ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ജാറിലോട്ട് ഈ തണുത്ത ഐസ്ക്രീം നമ്മൾ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സിയിൽ ഇട്ടിട്ട് ആക്കിയപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഐസ്ക്രീമൊക്കെ ഒന്ന് നന്നായി കട്ടിയായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നമ്മളുടെ ഐസ്ക്രീം നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. അത് ഓപ്ഷണലാണ്, നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായി ഒന്നും കൂടി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ ഫ്രീസറിലോട്ട് നമുക്കിത് വെക്കാം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലൊന്ന് വെക്കാം, ഒരു ഇത്തിരി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം. അങ്ങനെ നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാവേ.
അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തിയായ നമ്മൾ സിമ്പിളായ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അതേപോലെ കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്താൽ. അപ്പോൾ ബൈ.